ഹായ് ഗായ്സ്, ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രാഗൺ ലില്ലിയാണ്. അതിനായിട്ട് ഞാൻ ഓറഞ്ച് കളറിലെ പൈപ്പ് ക്ലീനേഴ്സാണ് എടുത്തേക്കുന്നത്. ഒരു പൈപ്പ് ക്ലീനർ ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് അതിനെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഒരു പെറ്റൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ 5 പീസസാണ് വേണ്ടുന്നത്. ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഹാഫായിട്ട് ഫോൾഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് 5 പീസും ഫോൾഡ് ചെയ്തിട്ട് ഒരെണ്ണം എടുത്ത് അതിനകത്തേക്ക് ബാക്കി 4 പീസ് നമുക്ക് കോർത്ത് കൊടുക്കാം. എന്നിട്ട് മുകളിലത് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ലോക്ക് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് ഒരു പെറ്റലിൻ്റെ ഷേപ്പ് ആക്കിയെടുക്കാം. ഞാനിത് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് ക്ലീനറിൻ്റെ പീസ് എടുത്ത് ഇതെല്ലാം വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ബോട്ടത്തിൽ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക, നോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതുപോലത്തെ 5 പെറ്റൽസാണ് ഒരു ഡ്രാഗൺ ലില്ലി ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിതിനകത്ത് പോളൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യെല്ലോ കളറിലെ പൈപ്പ് ക്ലീനറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ അത്രയും നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ടോപ്പ് ഫ്ലഫി ആയിട്ടിരിക്കേണ്ട പാർട്ടിന് താഴോട്ട് കുറച്ച് ഭാഗം ഞാൻ എന്ത് ചെയ്തു, ഒന്ന് തീയിൽ കാണിച്ചിട്ട് ഒന്ന് ചുരുക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് റബ്ബർ ഗ്ലൂ ആണ്. നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഉപയോഗിക്കാം. എൻ്റെ ഗ്ലൂ ഗൺ പണിമുടക്കിലായതുകൊണ്ടാണ് ബാംബു സ്റ്റിക്കിലേക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഇനി ഞാൻ അടിയിലൊരു പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ഒന്ന് നോട്ട് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പെറ്റൽസ് ഒട്ടിക്കുമ്പോൾ കുറച്ചുകൂടി വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും, ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഓരോ പെറ്റൽസ് വീതം ഇതിനകത്തേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ പൈപ്പ് ക്ലീനേഴ്സ് വാങ്ങിയിരിക്കുന്ന മീഷോന്നാണ്. അപ്പോൾ നമ്മുടെ 5 പെറ്റൽസ് ഒട്ടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലവർ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഗ്രീൻ പൈപ്പ് ക്ലീനർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സ്റ്റെമ്മും അടിയിലത്തെ പോർഷനൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണുള്ളത്. അപ്പോൾ ഞാനിതാണ് ഉപയോഗിക്കുന്നത്. അതിലുള്ള ഏത് ഗ്രീൻ ആയാലും ഉപയോഗിക്കാം. ഞാൻ ബാംബു സ്റ്റിക്കിൽ പൈപ്പ് ക്ലീനർ ചുറ്റി കൊടുത്തിട്ടാണ് സ്റ്റെമ്മാക്കി എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ഗ്രീൻ കളറിലെ ടേപ്പ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഗ്രീൻ കളറിലെ റിബൺ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. രണ്ടായാലും കാണാൻ നല്ല ഭംഗിയാണ്. സ്റ്റെമ്മ് ഫുള്ള് ചുറ്റിയിട്ട് നമ്മുടെ പെറ്റലുണ്ടാക്കി അതേപോലെ തന്നെ ഞാൻ 2 ലീഫ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഇതിനകത്തേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ലീഫോ ബഡോ ഒക്കെ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഗിഫ്റ്റുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ എന്തായാലും നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് എന്തായാലും നമ്മളെ ഫോളോ ചെയ്യുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.